വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു. വഴിക്കടവ് നരിവാലമുണ്ടയിലാണ് സംഭവം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ. KSTA നിലമ്പൂർ, വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക. വിഷൻ 2031 കായിക വകുപ്പ് നടത്തുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മലപ്പുറത്ത് ചേർന്നു. വിശദമായ വാർത്തകൾ നോക്കാം. ഒരു വലിയ കൊലപാതകത്തിന്റെ വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. വഴിക്കടവ് നരിവാലമുണ്ടയിലായിരുന്നു നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം. ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു. വിശദമായ വാർത്ത കാണാം. വഴിക്കടവിൽ ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു. വഴിക്കടവ് നരിവാലമുണ്ട നായിക്കൻകുഴിയിൽ മോണിക്ക പറമ്പിൽ ബാബു എന്ന വർഗീസാണ് മരിച്ചത്. സംഭവത്തിൽ ജ്യേഷ്ഠൻ രാജു എന്ന മത്തായിയെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടി. വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ് സംഭവം. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് രാജു സഹോദരനെ കുത്തിയത്. നെഞ്ചത്ത് ഏറ്റ കുത്താണ് മരണകാരണമായതെന്നാണ് വിവരം. സംഭവത്തിൽ വഴിക്കടവ് പോലീസ് തുടരന്വേഷണം നടത്തിവരികയാണ്. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. നേരത്തെയുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടത്തിയ ജ്യേഷ്ഠൻ മദ്യലഹരിയിലായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായിരുന്നു വഴിക്കടവിൽ നിന്ന് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. KSTA നിലമ്പൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പരിപാടി KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി T. മാത്യു ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക,
ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക. ഭിന്നശേഷി നിയമനത്തിന് ചട്ടപ്രകാരം തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക. കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതകളിൽ നിന്ന് പ്രധാന അധ്യാപകരെയും സൊസൈറ്റി സെക്രട്ടറിമാരെയും അധ്യാപകരെയും ഒഴിവാക്കുക. ദേശീയ വിദ്യാഭ്യാസ നയം 2020 റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. അതിനു മുൻപ് തന്നെ നമ്മൾ സെപ്റ്റംബർ 20 പ്രക്ഷോഭം നമ്മൾ പ്ലാൻ ചെയ്തതാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച് ഉള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മളുടെ KSTA വണ്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് N. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. പ്രഹ്ലാദൻ, ഉപജില്ലാ സെക്രട്ടറി E. ബിനീഷ്, ട്രഷറർ P. ഷജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. രജീഷ്, P. വി. സജിത്ത്, V. വിനുരാജ്, T. രമ്യ, ഉമ്മുൽ ഹസനത്ത്, V. യാസീൻ, M. കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും AU ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. രജനി ഉദ്ഘാടനം ചെയ്തു. നിയമനം ലഭിച്ച വ്യക്തികൾ കൂടി ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനാപരമായ ആവശ്യങ്ങൾ കൂടി കളയുന്ന രീതിയിൽ ഇത്രയും കാലം നമുക്ക് കിട്ടിയിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന രീതിയിൽ ഒരു വിധിന്യായം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യണം. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് സുപ്രീം കോടതിയെ കുറ്റം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉത്തരവല്ല. നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാലോ, ഏതോ വിധികളും കോടതി വിധി പുറപ്പെടുവിക്കുക എങ്ങനെയാണ്, നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങളായിട്ട് പരിചയമുള്ളവർക്കൊക്കെ അറിയാം. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ രേഖകളും തെളിവുകളും ഒക്കെയാണ് ആധാരം. അല്ലാതെ പറയപ്പെടുന്ന മറ്റു രീതികളിലൊന്നും നമുക്ക് പല രീതിയിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 റദ്ദ് ചെയ്യുക, ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. അജീഷ്, ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം, KSTA നിലമ്പൂർ ഉപജില്ലാ സെക്രട്ടറി V. രാജേഷ്, ഉപജില്ലാ പ്രസിഡന്റ് ബിനോ V. ഇഞ്ചപ്പാറ, ഉപജില്ലാ ട്രഷറർ VM സജീം തുടങ്ങിയവർ സംസാരിച്ചു. ബിജു A. തോമസ്, ദീപ ദിവാകർ, ജിതേഷ്, അനൂപ് എബ്രഹാം, സാജൻ, നജമുദ്ദീൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ 12-13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് മലപ്പുറത്ത് നടന്നു. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കായിക രംഗത്ത് കേരളം ഇതുവരെ നേടിയ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവി വികസന പാതയെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറിൻ്റെ ലക്ഷ്യം. മന്ത്രി V. അബ്ദുറഹിമാനാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി. രക്ഷാധികാരികളായി ജില്ലയിലെ MP മാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, മലപ്പുറം നഗരസഭാ ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. P. ഉബൈദുള്ള MLA ചെയർമാനും ADM NM മെഹർ അലി കൺവീനറുമാണ്. കേരളത്തിൻ്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, രൂപരേഖ തയ്യാറാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വിഷൻ 2031 സെമിനാറുകൾ നടത്തുന്നത്. സംസ്ഥാന രൂപീകരണത്തിൻ്റെ 75ാം വാർഷികം 2031 ആഘോഷിക്കുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കണമെന്നതും മുന്നോട്ടുള്ള വികസനത്തിന് ദിശാബോധം നൽകുന്നതുമായിരിക്കും സെമിനാറുകളിലെ ചർച്ചകൾ. 2031 കേരളം എങ്ങനെയായിരിക്കണം, പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ സ്വരൂപിക്കും. 33 വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒക്ടോബർ 1 മുതൽ 30 വരെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട്. യോഗത്തിൽ P. ഉബൈദുള്ള MLA, ജില്ലാ കളക്ടർ VR വിനോദ്,
ADM NM മെഹർ അലി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം C സുരേഷ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം മാരിയാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ OT ജെയിംസ്, തങ്കമ്മ നെടുമ്പടി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷീരവികസന സെമിനാർ, പൊതുസമ്മേളനം, കർഷകരെ ആദരിക്കൽ, ഡയറി ക്വിസ്, പാലുൽപ്പന്ന നിർമ്മാണവും പ്രദർശനവും നടന്നു. വേതനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വഴിക്കടവ് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. വേതനം വൈകിപ്പിച്ച് പദ്ധതി അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. വഴിക്കടവ് പഞ്ചായത്തിലെ 19-ാം വാർഡ് മുടപ്പൊയ്കയിലാണ് വേതനം ലഭിക്കാതെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പഞ്ചായത്തിൽ വേതനം ആവശ്യപ്പെട്ട് സമീപിക്കുമ്പോൾ യാതൊരുവിധ മറുപടികളും ഇല്ലെന്നും ജനപ്രതിനിധികളും തങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. പിന്നെ രാജ്യം ഭരിക്കുന്നവരാകുന്നു ഇവരൊക്കെ. ഓരോരുത്തരുടെ ഈ പാപങ്ങളിൽ നിന്ന് മേലോട്ട് കയറുന്നു. ഇവരാരും ഇറങ്ങി വരുന്നില്ല. ഇവരെങ്ങനെ മൂല്യമുണ്ട്. ആ മൂല്യത്തിന് ഞങ്ങൾ വേലയെടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അല്ലാത്തവരുടെ ആരുടെ ഒരു സഹായം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നമ്മുടെ അവകാശം നമുക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ അവകാശം. നമ്മൾ വേലയെടുത്ത പൈസ കിട്ടുന്നു, അത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടണം. എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടണം. 369, പക്ഷെ ആ പൈസ അല്ല, അത് കിട്ടി. ഇപ്പൊ കിട്ടി. ഓണത്തിന്റെ പൈസ, ഓണത്തിന് ഞങ്ങൾക്ക് എല്ലാ വർഷവും 100 രൂപയുള്ളായിരുന്നു. നമ്മൾ 100 പണിയെടുത്താൽ ഓണാകുമ്പോഴത്തേനും ഒരു 100 രൂപ നമുക്ക് കിട്ടുന്നു. ഈ വർഷം അത് 1000 രൂപ, 1200. അപ്പൊ ഈ വർഷം 200 രൂപ കൂടുതൽ കിട്ടി. അത് മാത്രമല്ല, എല്ലാം കിട്ടി. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഞങ്ങൾ ഇത്രയും കാലം പണിയെടുത്ത പൈസ ഈ കൊല്ലം നമ്മുടെ എടുത്തത് ഫുള്ളും കിട്ടി. പക്ഷെ ഞങ്ങൾ ജനുവരിയിൽ എടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെന്താന്ന് വെച്ചിട്ട് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല. എന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന. അങ്ങോട്ട് നോക്കി കോളനിയിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ അന്നാന്ന് കിട്ടി അരി വാങ്ങുന്ന ആൾക്കാരായിരിക്കുന്നു. ഓരോന്നിനൊന്ന് എഴുന്നേറ്റ് വരാൻ വയ്യ. വണ്ടി വിളിച്ചാൽ മരുന്ന് മേടിക്കുന്നതല്ല ഇത്. അല്ലെങ്കിൽ സർക്കാർ നേരത്തെ ഇതിലേക്ക് ഞങ്ങളെ ഇറക്കി വിടലായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാം ബലക്കാത്തിരുന്നവരെല്ലാം. തൊഴിലാളികളുടെ വേതനം എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നും അല്ലാത്ത പക്ഷം സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. അജി തോമസ്, അജിത് ശ്രീകുമാർ, നിധിൻ PS എന്നിവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ സന്ദർശിച്ചു. സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു ജനക്ഷേമ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ ഈ പദ്ധതിയെ കാണുന്നത്. ഈ പദ്ധതി ഏറ്റവും സമൂഹത്തെ താഴെക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഈ പദ്ധതി സംസ്ഥാനത്ത് അട്ടിമറിക്കുവാൻ ഉള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് വാർഡ് 19 മുടപ്പൊയ്ക്ക് ഇവിടെ തന്നെ ഏകദേശം 156 തൊഴിൽ ദിനങ്ങളുടെ വേതനമാണ് ലഭിക്കാനുള്ളത്. ഇത് അന്വേഷിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ ഓഡിറ്റ് നടത്താതെ ബന്ധപ്പെട്ട ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ബോധപൂർവം ഡിലേ വരുത്തിക്കൊണ്ട് ഈ പദ്ധതിയെ ആളുകളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കാൻ ദുഷ്ടലാക്കോടുകൂടിയുള്ളൊരു ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾക്ക് നേരെയുള്ള ഏത് തരത്തിലുള്ള പ്രചരണത്തെയും ചെറുക്കും. ഈ അർഹതപ്പെട്ട ആളുകൾക്ക് എത്രയും പെട്ടെന്ന് കൂലി അവരുടെ തൊഴിൽ വേതനം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് പാർട്ടി നേതൃത്വം നൽകും. തൊഴിലാളികളോടൊപ്പം എപ്പോഴും പാർട്ടി ഉണ്ടാവും. നിർധന കുടുംബത്തിന് SDPI നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. എടക്കര പള്ളിപ്പടിയിലെ നിർധന കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജില്ലാ പ്രസിഡന്റ് അൻവർ പഴനി താക്കോൽ ദാനം നിർവഹിച്ചു. സെക്രട്ടറി ബഷീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുജീബ്, സെക്രട്ടറി നിഷാദ് KT, റഷീദ് കടവത്ത്, നൌഷാദ് നിലമ്പൂർ, ഹാരിസ് എടാലത്ത് എന്നിവർ പങ്കെടുത്തു. ഇടവേളയാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4,999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6,000 രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ. എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു.
വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. വാർത്തകൾ തുടരുകയാണ്. പ്രവൃത്തി പൂർത്തീകരിച്ച വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP നാടിന് ഡയാലിസിസ് സെന്റർ സമർപ്പിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വണ്ടൂരിലെ നിർധരായിട്ടുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്ന, നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഏറെ കാലമായി കാത്തിരുന്ന ആ ഒരു സുന്ദര നിമിഷമാണ് നാളെ നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് നാളെ ഈ ഒരു ഉദ്യമം നമുക്ക് നാടിനെ തുറന്നു കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2019-20 കാലഘട്ടത്തിൽ ബഹുമാനായിട്ടുള്ള MP ശ്രീ രാഹുൽ ഗാന്ധി അവർ 50 ലക്ഷം രൂപ വകയിരുത്തി ആരംഭിച്ചതാണ് ഈ പദ്ധതി. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ താലൂക്ക് ഹോസ്പിറ്റൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായ സാഹചര്യം ഉണ്ടാവുകയും പ്രിയപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ അവർ 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുവാൻ ഉള്ള പദ്ധതി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം 1 കോടിയിൽ പരം രൂപ വകയിരുത്തി അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ 2 വർഷം കൊണ്ട് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി. നീണ്ട കാത്തിരിപ്പിന് വിവാദങ്ങൾക്കും ഒടുവിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി കഴിഞ്ഞ മാസം 30-ന് വണ്ടൂർ സ്വദേശിനിയെ ആദ്യ ഡയാലിസിസിന് വിധേയമാക്കിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് VK ഹസ്കർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ശിവശങ്കരൻ എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യമുള്ള സ്ത്രീ ആരോഗ്യമുള്ള സമൂഹം എന്ന തലക്കെട്ടിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സ്ത്രീ ക്യാമ്പയിന് പോരൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ തുടക്കമായി. പോരൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP സക്കീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേന്ദ്രത്തില് ഇതിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ സബ് സെന്ററുകളിലും ഇതുമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ എൽദോ P സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫുഹാദ് വിഷയാവതരണം നടത്തി. തുടർന്ന് പോരൂർ FHSC ഇൻചാർജ് റസീന നന്ദി പറഞ്ഞു. ഹോസ്പിറ്റൽ ജീവനക്കാർ, രോഗികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം, അനുബന്ധ റോഡും 3ാമത് ഹോം കെയർ പദ്ധതി എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം 3-ന് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംയുക്ത ഉദ്ഘാടന കർമ്മം വയനാട് MP പ്രിയങ്ക ഗാന്ധി നിർവഹിക്കും. തിരുവാലി പഞ്ചായത്തിലെ നിർധരായ രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്. അത് ഈ 9 വർഷവും ഒരു വാടക കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഒരു 20 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയി നൽകുകയും അതിൽ 10 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യസഭാ MP റജി മേത്തറുടെ 27.5 ലക്ഷം രൂപയും അതുപോലെ തന്നെ അതിലേക്കുള്ള വഴിയിലേക്ക് 4 ലക്ഷം രൂപ നമ്മുടെ പ്രിയങ്കരനായ AP അനിൽകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 21-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് നടത്തപ്പെടുകയാണ്. നമ്മുടെ പ്രിയങ്കരയായ വയനാട് MP ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്.
2016 ആരംഭിച്ച പെയിൻ പാലിയേറ്റീവ് കെയറിന് രാജ്യസഭാ MP ജബി മേത്തർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 27.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടവും വണ്ടൂർ MLA AP അനിൽകുമാർ അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പാലിയേറ്റീവ് കെട്ടിടത്തേക്കുള്ള കോൺക്രീറ്റ് റോഡിൻ്റെ സമർപ്പണവും മൂന്നാമത് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് MP നിർവഹിക്കുന്നത്. നിലവിൽ 26 കിടപ്പ് രോഗികളും 26 വയോധികരും 25 മാനസിക തളർച്ചയിലുള്ളവരും 25 മാറാവ്യാധികൾ പിടിപെട്ടവരുമാണ് പാലിയേറ്റീവ് പരിധിയിലുള്ളത്. വാർത്താസമ്മേളനത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് K. മുഹമ്മദ് നജീബ്, ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ട്രഷറർ CP റഷീദ്, സെക്രട്ടറി K. ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദി ഇനി ആരോഗ്യ പരിപാലന രംഗത്തേക്കും. ആദ്യഘട്ടം എന്ന നിലയിൽ 2 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങൾ സൗജന്യമായി ഉപയോഗിക്കുവാനായി നൽകും. പദ്ധതി ഞായറാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രദേശത്തെ 500-ലധികം വരുന്ന കുടുംബങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കൂട്ടായ്മയാണ് കുറ്റിയിൽ സാംസ്കാരിക വേദി. തെരഞ്ഞെടുത്ത 19 അംഗ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വീൽ ചെയറുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, മെഡിക്കൽ കിടക്കകൾ, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ തുടങ്ങിയ സഹായ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുവാനായി നൽകുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 3 രോഗികൾക്കും മരുന്നും 6 കുടുംബങ്ങൾക്ക് ഭക്ഷണവും നൽകി വരുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുറ്റിയിൽ സാംസ്കാരിക വേദി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി, സെക്രട്ടറി നെച്ചിക്കാടൻ ആബിദ്, ട്രഷറർ പുലത്ത് സുൽഫീഖർ, V. സിറാജ്, ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. 4 വർഷത്തിലധികമായി കുറ്റിയിലും പരിസര പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട രോഗികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്. അതിൻ്റെ നെക്സ്റ്റ് ഘട്ടം എന്ന നിലയ്ക്ക് ആരോഗ്യ രംഗത്ത് പ്രയാസപ്പെടുന്ന രോഗികൾക്കും നിർധനർക്കുമായുള്ള ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങളുടെ വിതരണത്തിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം അടുത്ത ഞായറാഴ്ച 21/9/2025 വൈകുന്നേരം 4 മണിക്ക് കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ ഓഫീസ് പരിസരത്ത് നടത്തുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ നിർവഹിക്കുകയാണ്. മലപ്പുറം സെൻട്രൽ സഹോദയയും മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന CBSE സ്കൂളുകളുടെ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മഞ്ചേരി മേഖല വ്യക്തിഗത ഇന മത്സരങ്ങൾ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ സമാപിച്ചു. സെപ്റ്റംബർ 26-27 തീയതികളിൽ പെരിന്തൽമണ്ണ ISSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായാണ് ഇവിടെ മത്സരങ്ങൾ നടത്തിയത്. മഞ്ചേരി മേഖലാതല മത്സരം മമ്പാട് ടാണയിലെ ദ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ ചെയർമാൻ ഡോക്ടർ സിയാദ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി മേഖലയിലെ 55 സ്കൂളുകളിൽ നിന്നായി 2500ഓളം കലാപ്രതിഭകൾ 58 ഇനങ്ങളിൽ 4 കാറ്റഗറികളിലായി 17 വേദികളിലായാണ് മാറ്റുരച്ചത്. സർഗധാരയിലെ ആദ്യ സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് നവംബറിൽ നടക്കുന്ന CBSE സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാം. ജില്ലയിലെ CBSE അഫിലിയേഷൻ ഉള്ള 85 സ്കൂളുകളിൽ നിന്നായി 6000ഓളം വിദ്യാർത്ഥികളാണ് ജില്ലാതല കലോത്സവത്തിലെ 162 ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. സഹോദയ സെക്രട്ടറി CC അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP ദിവ്യ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ K. ചിത്രകല, കൺവീനർ ഷഹല ബീഗം, K. റഫീഖ് മുഹമ്മദ്, ഷിജു വർക്കി, ഷജ്ന സിയാദ്, ഡോക്ടർ സിസ്റ്റർ സിജി, KT മൻസൂർ, റസീന ലത്തീഫ്, N. പാത്തുമ്മക്കുട്ടി, സിസ്റ്റർ ഷെർലി വർഗീസ്, തുഷാര, വിനീത, ശ്രീരാജ് നടുവത്ത് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 26-27 തീയതികളിൽ പെരിന്തൽമണ്ണ ISS സ്കൂളിലാണ് മറ്റ് ജില്ലാതല മത്സരങ്ങൾ നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു. വഴിക്കടവ് നെരിവാലമുണ്ടയിലാണ് സംഭവം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
വിവിധ ആവശ്യങ്ങൾ KSTA നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക. വിഷൻ 2031 കായിക വകുപ്പ് നടത്തുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മലപ്പുറത്ത് ചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.